നമസ്കാരം ഗൈസ്, വെൽക്കം ടു BB അപ്ഡേറ്റ്സ്. എല്ലാവരും ഓക്കെ അല്ലേ? പൂജ ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ടായി, പിള്ളേരൊക്കെ നല്ല വൈബിലായിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഈ പേജ് ചായ് ടോക്സ് വിത്ത് ഫൈബർഗുഡ് എന്ന് പറയുന്ന പേജ് ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് നോക്കുക, കണ്ടൻസ് ഒക്കെ നോക്കുക. ഇഫ് യു ആർ ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും ഉള്ള കാര്യം പറയാമല്ലോ. ഒരിക്കലും വേണേ കണ്ടാൽ മതി എന്ന് ചില വളരെ ഊക്കോടായിട്ടുള്ള കമൻസ് വരുമ്പോൾ നമ്മൾ പറയുന്നത് വേണേ കണ്ടാൽ മതി എന്ന്. പക്ഷേ ജെന്യുവനായിട്ട് നമ്മുടെ കൂടെ നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്ന ആളുകളാണ് എന്നും നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫാമിലി വീക്ക് തുടങ്ങി, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ബിഗ് ബോസ് തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് 50 കഴിഞ്ഞ് ഫാമിലി വീക്ക് തുടങ്ങിയ പോലൊരു ഫീൽ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല. അപ്പം അനീഷിൻ്റെയും ഷാനാസിൻ്റെ ഫാമിലി ഒന്ന് കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ ആ ഫാമിലീസ് വരുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു ഇമോഷൻ ഭയങ്കര ടച്ചിങ് ആണല്ലേ. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഫാമിലി വീക്കിൽ പറഞ്ഞിരുന്നില്ല, ഓൺലി മ്യൂസിക്, ആളുകൾ വരില്ലായിരുന്നു. ഇപ്രാവശ്യം നേരത്തെ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 7ന്റെ പണിയുള്ളതുകൊണ്ട്. ഷാനവാസും അനീഷും ഇന്നലെ ടാസ്ക് എടുക്കുന്ന സമയത്ത് എനിക്കും ഭയങ്കര വെപ്രാളായിരുന്നു. ഇത് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം പുറത്ത് ഫാമിലി ഇരിക്കുമ്പോൾ അവർക്ക് 50-58 ദിവസമായില്ലേ. അപ്പോൾ ആ ഒരു വെപ്രാളം, അത് അവരുടെ ഒരു കൈ ഷിവറിങ്ങും ആ ഡൈസ് കൊണ്ട് വയ്ക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ വലിച്ചുറിയിലും ഷാനവാസിനെ പറയണോ, എന്റെ പൊന്ന് ഷാനവാസ് അല്ല ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ ടാസ്ക് വായിക്കാനായിട്ടപ്പോൾ തന്നെ എനിക്കും തോന്നി, എന്റെ പൊന്നോ, സ്വന്തം ഭാര്യയും കൊച്ചിനെയും കാണാൻ ഇത്രയും ടാസ്ക് വന്ന്. അപ്പൊ ഇതൊക്കെ ഒരു ഇമോഷണൽ കൺട്രോളിങ്, ഇമോഷണൽ അവരുടെ ലെവൽസ് ആണ് ഇൻഡയറക്ട്ലി നമ്മളേക്ക് കാണിക്കുന്നത്. നമുക്കൊരു വെപ്രാളം. അതുപോലെ തന്നെ അനീഷ് അത് ചെയ്യാൻ പറ്റാതായപ്പോൾ അനീഷ് ടെൻഷനായി. പക്ഷെ എനിക്കുണ്ടായിരുന്നു കേട്ടോ, ഇത്രയും ഇത് കൊടുത്തിട്ട് അവരെ വരുത്തിച്ചിട്ട് കാണാതെ വിടില്ല. അത്ര വലിയ കണ്ണിച്ചോരില്ലാത്ത ആളൊന്നല്ല ബിഗ് ബോസ് എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അവർക്കറിയില്ലല്ലോ. അയ്യോ അമ്മ എന്നും പറഞ്ഞിട്ട് അനീഷ് കരയുമ്പോഴൊക്കെ കണ്ട മൂമെന്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അനീഷിന്റെ അമ്മ ഒരു ടിപ്പ് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്, വന്നപ്പോൾ കളിച്ച എങ്ങനെയാണോ അതേപോലെ കളിച്ചാൽ മതി എന്ന്. അതിന്റെ അർത്ഥം കൂട്ടുകൂടി കളിക്കേണ്ടതെന്ന്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവിടെ ആ മനുഷ്യൻ ആരോടും കൂട്ടുകൂടുന്നില്ല. ഒരു കണക്കിനാണ് ഷാനവാസായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത്. ആ ഒരു ഒറ്റപ്പെട്ട് വെറുപ്പിച്ച് കളിക്കുന്നേക്കാൾ നല്ലത് ഷാനവാസായിട്ട് കൂട്ടുകൂടിയാലും ആ എത്തിക്സ് ഒന്നും വിടാതെ തന്നെ കളിക്കുന്ന അനീഷിനെയാണ് നമുക്കിഷ്ടം. അപ്പോൾ ആ ഒരു പോയിന്റിനെ എങ്ങനെ അനീഷിനെ എടുക്കും എന്നുള്ളത് അറിയത്തില്ല. ഷാനവാസായിട്ട് പിരിഞ്ഞൊക്കെ അങ്ങനത്തെ ഒരു വഴക്ക് പോയി കഴിഞ്ഞാൽ ബോറായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അനീഷ് കൂട്ടുകൂടിയാലും ആ ഒരു പോളിസിയും കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കുന്ന ടൈപ്പാന്ന് തോന്നുന്നില്ല. പക്ഷെ അമ്മ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അനിയൻ എന്തോ പറയാൻ വന്ന അപ്പോഴേക്കും ബിഗ് ബോസ് അവിടെ കയറി തകർത്തു. അപ്പം ബിന്നിയുടെ ഫാമിലി ഹസ്ബൻഡ് വന്നു. ബിന്നിയുടെ അത് വേറൊരു വൈബ്.